Watch India's largest kids library only on Jio Hotstar. Download the app now. ഇന്ന് ഞാൻ ഓരോ പൂ തെരഞ്ഞെടുത്ത് മുത്തശ്ശന്റെ റൂം ഡെക്കറേറ്റ് ചെയ്യാൻ പോവുക. അദ്ദേഹം ധ്യാനത്തിൽ ഇരിക്കുമ്പോ ഇതിന്റെ സുഗന്ധം കൊണ്ട് മതിമറന്ന് പോകും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത്രയും സുഗന്ധമുള്ള പുഷ്പങ്ങൾ വേറെ എവിടെ തേടലും കിട്ടില്ല. ഇതെന്താ വല്ലാത്തൊരു ശബ്ദം? ഞാൻ ഇന്ന് കുറച്ച് ആഹാരം മാത്രമേ കഴിച്ചിരുന്നുള്ളൂ. പിന്നെന്താ ഈ ശബ്ദം എന്റെ വയറിൽ നിന്നല്ല, വേറെ എവിടെ നിന്നാ വരുന്നേ? എന്റെ ദൈവമേ, ഞാൻ കുടുങ്ങിപ്പോയെന്നാ തോന്നുന്നേ. ആ അഗ്നിപർവ്വതം ഇപ്പൊ പൊട്ടിത്തെറിക്കുമല്ലോ. ഹലോ, ഞാനാണ് മജീഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനിപ്പോൾ വളരെ ദുഃഖത്തിലാണ്. നമുക്കൊരല്പം കളിച്ചാലോ? നീ കളിച്ചോ? വേണ്ടെന്ന് എനിക്ക് നിന്നോട് അങ്ങനെ പറയാൻ പറ്റും. താങ്ക് യു. ഇതെങ്ങനെയുണ്ട്? ഈ കളി നല്ല രസമായിട്ടില്ലേ? എന്ത് നന്നായിരുന്നെന്നോ? എന്റെ പരിപ്പ് ഇളകി പോയിരിക്കാ ഇപ്പോ. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുന്നതാ നല്ലത്. ഞാനിപ്പോൾ എന്റെ കളി തുടങ്ങിയതേ ഉള്ളൂ. പക്ഷെ അവൻ ഓടിപ്പോയി. എന്നാ ശരി, അവനെ അങ്ങ് ഫോളോ ചെയ്തേക്കാം. നീ ആരാണ്? ഞാനാണ് മജീഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനിപ്പോൾ ഒരല്പം ദുഃഖത്തിലാണ്. നമ്മളൊരല്പം കളിച്ചാലോ എന്ന് ആലോചിക്കുകയാണ്. കളിച്ചോ, ചെയ്തോ. താങ്ക് യു. പ്രശ്നം എന്താ അങ്കിൾ? എന്തിനാ നിങ്ങൾ ആവശ്യമില്ലാതെ എല്ലാം കത്തിച്ചു കളയുന്നത്? എന്റെ പേര് മജീഷ്യൻ ജ്വാലാമുഖി. പക്ഷെ ഞാനൊരല്പം ദുഃഖത്തിലാണ്. ഞാൻ വെറുതെ ഒന്ന് കളിച്ചു നോക്കിയതാണ്. ഞാൻ ഇതുപോലത്തെ കുട്ടി കുറുമ്പുകളൊക്കെ ചെയ്യുമ്പോൾ ജനങ്ങൾ താനെ കത്തിച്ചാമ്പലാകും. അതിന് ഞാനെന്ത് ചെയ്യാൻ പറ്റും? നിനക്കത് കാണണോ? എന്നാ കണ്ടോ. എന്റെ അമ്മേ, എന്താ ഈ കാണുന്നത്? വീണ്ടും തീ വന്നോ? എന്റെ പൊന്നു മജീഷ്യൻ ചേട്ടാ, നിങ്ങൾ മുമ്പ് എന്റെ അടുത്ത് ഒരു പ്രാവശ്യം കളിച്ചതല്ലേ? ദേവി, ഇത് എന്നെ ഒന്ന് വിട്ടേക്ക്. ഇത് കൊള്ളാലോ. ചെല്ല്, വേറെ എവിടെയെങ്കിലും ചെന്ന് കളിക്ക്. പക്ഷെ എന്നോട് വെറുതെ കളിക്കാൻ വരരുത്. എന്നെ തോൽപ്പിക്കാൻ ഇവിടെയുള്ള ആർക്കും സാധിക്കില്ല. മജീഷ്യൻ ജ്വാലാമുഖി, രുദ്രയുടെ പ്രായത്തെയും രുദ്രയുടെ മാജിക്കൽ പവേഴ്സെയും ഒരിക്കലും സംശയിക്കരുത്. Ibaiska, Zibaiska, Saku!
നീ ഒരു ചെറിയ ചെക്കനാണെന്നാ ഞാൻ കരുതിയത്. നിനക്ക് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യണമെങ്കിൽ എന്നാ ശരി, ഐ ആം റെഡി. നിങ്ങളിൽ ഒരാൾ പോലും രക്ഷപ്പെടാൻ പോകുന്നില്ല. മജീഷ്യൻ ജ്വാലാമുഖി, നിന്റെ കളി ഇവിടെ വേണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇവിടെ ജയ്സിംഗ് ചൗഹാൻ തന്റെ ഈ സിറ്റിയുടെ സുരക്ഷയ്ക്കായി കാവൽ നിൽക്കുകയാണെന്ന് ഓർക്കണം. ജയ്സിംഗ് ചൗഹാൻ, ഞാൻ വെറുതെ കുറച്ചു നേരം കളിച്ചതാണ്. പക്ഷെ നിങ്ങൾ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയത് ഞാൻ ഒരിക്കലും മറക്കില്ല. സോറി പറയ വേഗം പറഞ്ഞേക്ക്, അല്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഞാൻ നിന്നോട് സോറി പറയണോ? സോറി പറയേണ്ടത് ഞാനല്ല, നീയാണ്. മര്യാദയ്ക്ക് നീ സോറി പറഞ്ഞേക്ക്, എന്നിട്ട് ഇവിടെ നിന്നും തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. നീ ഇപ്പൊ എന്താണ് പറഞ്ഞത്? നിന്നോട് ഞാൻ സോറി പറയണമെന്നോ? ഈ മജീഷ്യൻ ജ്വാലാമുഖി സോറി പറയണമെന്നോ? നിങ്ങൾ എന്തായി ചെയ്തത്? സിബൈസ്ക സഖൂം ഫ്രീസോ. വേണ്ട. മജീഷ്യൻ ജ്വാലാമുഖി, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ. ജയ്സിംഗ് ചൗഹാൻ ഇവിടെ ഉള്ളതുവരെ സൺസിറ്റിയുള്ള സ്ഥലത്തേക്ക് നീ തിരിഞ്ഞു പോലും നോക്കരുത്. ജയ്സിംഗ് ചൗഹാൻ, നീ ഈ സൺ സിറ്റിയിലുള്ളത് വരെ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നീ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. കുട്ടികളെ, ഇത് കണ്ടോ? രംഗീലയുടെ സ്വന്തം കൈ കൊണ്ടുണ്ടാക്കിയ ഫ്രഷായ ജ്യൂസാണ്. താങ്ക് യു. രുദ്ര, നീ എന്റെ അഭിമാനമാണ്. ഇന്ന് നീ വളരെ ധീരതയോടെ ആ മജീഷ്യനെ എതിർക്കുന്ന കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. താങ്ക് യു മുത്തശ്ശ. എനിക്ക് തോന്നുന്നത് ആ ജ്വാലാമുഖിയുടെ ശരീരം ഒരു ഫയർ ബോളെ പോലെയാണെന്നോ. ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഒരു പക്ഷെ അയാൾ വീണ്ടും വരുവാണെങ്കിൽ നമ്മൾ എങ്ങനെയാ അയാളെ കൺട്രോൾ ചെയ്യാ? രുദ്ര, ആദ്യം നീ മനസ്സിലാക്കേണ്ടത് വെള്ളത്തിനെ നീ കൺട്രോൾ ചെയ്യണം. ഒരു പ്രാവശ്യം നീ അത് പഠിച്ചു കഴിഞ്ഞാൽ മജീഷ്യൻ ജ്വാലാമുഖിയെ പെട്ടെന്ന് നിന്റെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയും. മനസ്സിലായി മുത്തശ്ശ. പക്ഷെ നമ്മൾ അത് എങ്ങനെയാ ചെയ്യേണ്ടത്? വളരെ എളുപ്പമാണ്. പക്ഷേ ഏത് പ്രശ്നമായാലും അത് സോൾവ് ചെയ്യാൻ നമ്മൾ ആദ്യം എടുക്കുന്ന പ്രശ്നം ഏതാണ്? അതൊന്ന് പറഞ്ഞേ. എനിക്കത് നല്ലോണം അറിയാം മുത്തശ്ശ. ഫോക്കസ് ആൻഡ് ബെലൈങ്. രുദ്ര, അടുത്ത മന്ത്രം ശ്രദ്ധിച്ചു കേൾക്ക്. ഈ മന്ത്രം നീ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും വെള്ളം വളരെ ഫോഴ്സ് ആയിട്ട് നിനക്ക് കൊണ്ടുവരാൻ കഴിയും. ആദ്യത്തെ മന്ത്രം ഫോക്കസ് ആൻഡ് ബിലീഫ്. അടുത്തതായി ഞാൻ സെക്കൻഡ് മന്ത്രവും പഠിക്കാൻ പോവാ. അതിനുശേഷം എനിക്ക് സ്വയം രക്ഷ നേടാൻ പറ്റുമല്ലോ. സിബൈസ്ക വാട്ടർ ഫൗണ്ടനോ. എന്റെ അമ്മേ, എന്താണ് ഈ ചെയ്യുന്നത്? എന്റെ പൊന്നു മുത്തശ്ശ, എന്നെ എന്തിനാ എങ്ങനെ ഈ വെള്ളത്തിൽ തട്ടി കളിക്കുന്നത്?
റംഗീല, ഇപ്പോൾ നിന്റെ ആഗ്രഹം പൂർത്തിയായില്ലേ? രഹസ്യമായി മറഞ്ഞു നിന്ന് മന്ത്രങ്ങൾ കേൾക്കുകയാണല്ലേ? അത് നീ നിർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഓരോ പ്രാവശ്യവും കുടുങ്ങിപ്പോ. എന്റെ പൊന്നു മുത്തശ്ശ, എന്നെ ഒന്ന് താഴെ ഇറക്കി വിട പ്ലീസ്. എന്റെ ദൈവമേ, എന്റെ എല്ലുകളെല്ലാം പൊടിഞ്ഞല്ലോ. ഞാനിതാ എത്തിക്കഴിഞ്ഞു. കൊള്ളാം ജയ്സിംഗ്, നിന്റെ കൊട്ടാരം അതിസുന്ദരമായിട്ടുണ്ട്. നീ എവിടെയാണുള്ളത്? നീ എവിടെയുണ്ടല്ലേ? എന്നെ നീ ഒരുപാട് അപമാനിച്ചു ജയ്സിംഗ് ചൗഹാൻ. ഇപ്പൊ ഞാൻ നിന്നെ പകരം വിട്ടാൻ വന്നിരിക്കുകയാണ്. പെട്ടെന്ന് എന്താണ് സംഭവിച്ചത്? എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? ഓ, നീ എഴുന്നേറ്റു ജയ്സിംഗ് ചൗഹാൻ. ഇത് മജിഷ്യൻ ജ്വാലാമുഖിയുടെ ജയിലാണ്. ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് മാത്രമല്ല, അത് നിനക്ക് തൊടാൻ പോലും സാധിക്കില്ല. ഞാൻ വെറുതെ ഒരൽപ്പം കളിച്ചു നോക്കിയതാണ്. പക്ഷെ അതിന് പോലും നീ സമ്മതിക്കില്ല എന്ന് വെച്ചാൽ വെറുതെ കയറി എന്നോട് പ്രശ്നമുണ്ടാക്കാൻ വന്നതല്ലേ? ഇനി ഒരിക്കലും നിനക്ക് എന്നെ തടയാൻ പറ്റില്ല. ഞാൻ ഒരുപാട് കുട്ടി കുറുമ്പുകൾ ചെയ്യാൻ പോവുകയാണ്. നീ എന്നെ തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ അല്ലേ? എന്തു പറ്റി? നാവിറങ്ങിപ്പോയോ? ജ്വാലാമുഖി, ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഒന്നും നടക്കില്ല. ഈ തീ നിനക്ക് അണയ്ക്കാൻ പറ്റില്ല. നിന്റെ മാജിക് ഉണ്ടല്ലോ, അതെല്ലാം വളരെ വേസ്റ്റ് ആണ്. ഇപ്പൊ നീ നല്ലോണം റെസ്റ്റ് എടുക്ക്. റിലാക്സ്. ഇനി കിടന്നുറങ്ങിക്കോ. മുത്തശ്ശ, മുത്തശ്ശ, ആ മുത്തശ്ശനെ അങ്ങ് വിട്ടേക്ക്. ആ, 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 ആ. ഈ രംഗില എന്തിനാ ഇവിടെ കിടന്നുറങ്ങുന്നത്? രംഗില, എഴുന്നേൽക്ക്, ഒന്ന് എഴുന്നേൽക്ക്. രുദ്ര, രുദ്ര, മുത്തശ്ശനവൻ കൊണ്ടുപോയി, മുത്തശ്ശനവൻ കൊണ്ടുപോയി കഴിഞ്ഞു. ആ ജ്വാലാമുഖി വന്ന് കൊണ്ടുപോയി. എന്ത്? രുദ്ര, നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാ മുത്തശ്ശനെ കണ്ടുപിടിക്കാം? മജിഷ്യൻ ജ്വാലാമുഖിയെ രംഗീല ആദ്യം കണ്ടത് വോൾക്കാനോയുടെ അടുത്ത് വെച്ചാണ്. മുത്തശ്ശനെ അവിടേക്ക് ഇറക്കി കൂട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവാ. അവൻ ഭയങ്കര ശക്തിശാലിയാന്ന് തോന്നുന്നുണ്ടല്ലോ. അവനുമായി നമ്മൾ എങ്ങനെ ഏറ്റുമുട്ടാ? മുത്തശ്ശൻ പറഞ്ഞ കാര്യം ഓർമ്മയുണ്ടല്ലോ. മനുഷ്യന് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ഇപ്പൊ പറ, മുത്തശ്ശന്റെ ഗുരുമന്ത്രം എന്താണ്? ഫോക്കസ് ആൻഡ് ബിലീവ്. ദാ വോൾക്കാനോ അവിടെയുണ്ട്. രുദ്ര, മുത്തശ്ശൻ അവിടെയുണ്ട്. ആ മജിഷ്യൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ശ്രദ്ധിച്ചു കേൾക്ക്. ഓക്കേ?
വൗ! അപ്പൊ നിങ്ങൾ ഇവിടം വരെ എത്തിക്കഴിഞ്ഞു അല്ലേ? മുത്തശ്ശനെ വിളിച്ചുകൊണ്ടുപോകാൻ വേണ്ടി വന്നതാണല്ലേ? അപകടം പിടിച്ച ജ്വാലാമുഖിയെ നിങ്ങൾ സ്വയം തേടി കണ്ടുപിടിച്ചിരിക്കുകയാണ് അല്ലേ? ഞാൻ വീണ്ടും എന്റെ കളി തുടങ്ങാൻ പോവുകയാണ്. മുത്തശ്ശ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഷെടാ, അദ്ദേഹം എങ്ങനെ കേൾക്കാനാ? അദ്ദേഹം സുഖമായിട്ട് കിടന്നുറങ്ങുകയല്ലേ? എങ്ങോട്ടാടാ കൊച്ചന്മാരെ ഈ ഓടുന്നത്? മുത്തശ്ശനെ രക്ഷിക്കാനല്ലേ വന്നത്? ചെല്ല് ചെല്ല്, ഓടിച്ചെല്ല്. Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! Ibaiska, Zibaiska, choo! ഇപ്പൊ എന്ത് ചെയ്യും? മന്ത്രങ്ങളൊന്നും എഫക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലല്ലോ. മരയ്ക്കും വരുന്നും ഒരുപാട് സമയം ആ മജിഷ്യനെ കളിപ്പിക്കാൻ പറ്റില്ല. ഇനിയിപ്പോ ഒറ്റ വഴിയേ ഉള്ളൂ. ഓടിക്കോ ഓടിക്കോ, ഇത് നന്നായിട്ടുണ്ട്. എന്നോടാണല്ലേ കളി? ഇപ്പൊ മനസ്സിലായോ? പിന്നെ ആ പയ്യന്റെ പേരെന്തായിരുന്നു? അത് അവന്റെ പേര് രുദ്ര. അവനെവിടെ പോയി? പറ്റിച്ചു അല്ലേ? എന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ പുറകെ ചുറ്റി തിരിയുമ്പോൾ അവൻ മുത്തശ്ശനെ പൊക്കി രക്ഷപ്പെട്ട് കാണും. മനസ്സിലായി. അവൻ എവിടെയാടാ? രുദ്ര, നീ നിന്റെ മുത്തശ്ശനെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണല്ലേ? നീ വളരെ ധൈര്യശാലിയാണല്ലോ. എനിക്ക് നിന്നെ പോലെ ധീരന്മാരെ വളരെ ഇഷ്ടമാണ്. നിന്നെ പോലുള്ളവരുടെ കളിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ നമുക്ക് കളി തുടങ്ങിയാലോ? കളി തുടങ്ങാമല്ലേ? ഞാൻ റെഡി. Ibaiska, Zibaiska, water fountain! ഈ വെള്ളത്തിനെ ഒരുപാട് നേരം തടഞ്ഞു നിർത്താൻ പറ്റില്ല രുദ്ര. Ibaiska, Zibaiska, water fountain!
Zybajska, Friezo! നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നോട് ഇത്തരത്തിലൊരു കളി കളിക്കും എന്നാ പിടിച്ചോ. ഇന്നെന്റെ ശക്തികളെല്ലാം എന്നെ വിട്ട് പോയത് പോലെയുണ്ടല്ലോ. എന്റെ മാജിക്കൽ പവേഴ്സ് എന്താണ് വർക്കൗട്ട് ആവാത്തത്? മജിഷ്യൻ ജ്വാലാമുഖി, നിങ്ങളുടെ അകത്ത് അത്രയും വെള്ളം കേറിയിട്ടുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള തീ അണഞ്ഞു. ഇനി നിങ്ങൾക്ക് ഒരിക്കലും മാജിക് ചെയ്യാൻ കഴിയില്ല. എന്ത്? മജീഷ്യൻ ജ്വാലാമുഖി, നിന്നെ കാണുമ്പോൾ എനിക്ക് എന്ത് തോന്നുന്നെന്നറിയോ? രുദ്രയുമായി ഏറ്റുമുട്ടി നീ തോറ്റ് പിന്മാറിയിരിക്കുകയാണ്. ഇവിടുന്ന് പൊയ്ക്കോളൂ. ഇനി ഒരിക്കലും നീ സൺസിറ്റിയിലേക്ക് തിരിഞ്ഞു പോലും നോക്കരുത്. ഞാൻ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൺസിറ്റിയെ നോക്കാൻ ഇവിടെ രുദ്രയുണ്ട്. അവൻ ഇവിടെ ഉള്ളപ്പോൾ ആർക്കും സൺസിറ്റിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രുദ്ര, വളരെ നന്നായി എന്റെ മോനെ. Watch India's largest kids library only on Jio Hotstar. Download the app now.